ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഫ്രൂട്ട്സ്. അപ്പോൾ അതുപോലെ നമ്മൾ പുതിയ അപ്ഡേറ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഈ അറ്റാക്ക് ഓൺ ടൈറ്റനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് മോഡിനെ പറ്റി മാത്രമാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ നമുക്ക് വേറെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ടയറൊക്കെ മാറ്റിയിടാം, പാച്ചായ ടയറൊക്കെ മാറ്റിയിടാം. അതുപോലെ തന്നെ വേറെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. അതൊക്കെ നോർമൽ പെർമനൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഇവൻറ്റ് മോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം ശ്രദ്ധിച്ച് കാണുക. അപ്പം നമ്മൾ ഇറാങ്കിൾ മാപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും മൊത്തം ട്രെയിൻ്റെ ട്രാക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലൂ ട്രാക്ക് കണ്ടോ നിങ്ങൾ? അത് രണ്ട് മെയിൻ ഇവൻറ്റിൽ നിന്ന് ഇവൻറ്റിലോട്ടാണ് പോകുന്നത്. അപ്പം ഇതാണ്, അതായത് ആ മെയിൻ ഇവൻറ്റിൽ ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് റീകോൾ കിട്ടുന്നത്. അവിടെ പോയി ചത്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഫ്ലൈറ്റ് ടിക്കറ്റ് വിടും. ആസ് യൂഷ്വൽ എല്ലാ ഇവൻറ്റിലുള്ള കണക്ക് തന്നെ. ഈ പ്രാവശ്യം ഗ്രൗണ്ടിലാണ്, എയറിലല്ല ഇവൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഇവൻറ്റിൽ ഇറങ്ങാം. നമുക്ക് റീകോൾ കിട്ടുന്നുള്ള കാര്യം അവിടെ പോയി കൺഫേം ചെയ്യാം. അതിനുശേഷം അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഇവൻറ്റ്. നടുക്കൂടെ ആ ഒരു ട്രെയിനിൻ്റെ ട്രാക്ക് കാണാൻ പറ്റും. സംഭവം എങ്ങനെയുണ്ട്? കളറായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ച്, ഒരു മൂടി ടൈപ്പ് ക്ലൈമറ്റ് കാണാൻ സാധിക്കും. അത്യാവശ്യം കൊള്ളാം. പിന്നെ അടുത്ത ട്രെയിൻ എപ്പോൾ വരും അതിൻ്റെ സംഭവം ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സൈഡിലായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു ഇൻറ്റു മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തത് ഒഴിവാക്കാം സ്ക്രീനിൽ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ. നമ്മൾ ഇവൻറ്റ് മാപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ കളറിൽ ലോക്കായിട്ടുള്ള ഐക്കണും പിന്നെ നമ്മുടെ ടൈമും കാണിക്കുന്നുണ്ട്. ടൈം മീൻസ് ഇവിടെ ഈ ടൈം കഴിയുമ്പോൾ മെയിൻ ലൂട്ട് വരും, അതിൻ്റെ സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു ടൈം കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ പോയി ആക്ടിവേറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ ആ യെല്ലോ സർക്കിളാണെന്ന് തോന്നുന്നത് വരുന്നത്. അപ്പം അതാണ് ഇവിടുത്തെ പരിപാടി. ഇനി നമുക്ക് ആ ഗോൾഡൻ കളറിൽ ലോക്കായിട്ടൊരു സംഭവം കണ്ടില്ലേ, അങ്ങോട്ടേക്ക് പോവാം. അവിടുത്തെ ലൂട്ട് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ ലൂട്ട് പരിപാടീസൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ മെയിനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടും. ഇവിടെ കുറച്ച് ഇതേപോലെയുള്ള വുഡൻ ക്രൈറ്റുകളൊക്കെ ഉണ്ട്. ഇത് കവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എനിക്ക് അടിച്ചു പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ഇവൻറ്റിലെ പോലെ ഇവിടെ കുറച്ച് ലൂട്ട് ക്രൈറ്റുകളുണ്ട്. നമുക്ക് ആ ലൂട്ട് ക്രൈറ്റിൽ നിന്ന് ആവശ്യമുള്ള സംഭവം കിട്ടും. ഇതിനകത്ത് ഓഡിയൻ ഗിയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടവർക്ക് അറിയായിരിക്കും. പിന്നെ അറ്റാക്ക് ഓൺ ടൈറ്റൻ ആവാനുള്ള, അതായത് ആ ടൈറ്റൻ ആവാനുള്ള സിറവും നമുക്ക് ഈ ക്രേറ്റുകളിൽ നിന്നൊക്കെ റാൻഡമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇവിടെ കുറച്ച് മ്യൂസിക്കൽ പരിപാടീസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്നുണ്ടോ അതിൽ ഞാൻ അതിൽ വോയിസ് ഉൾപ്പെടുത്താം. പിന്നെ നമുക്ക് ലൂട്ട് ഓക്കെ ഇതിൻ്റെ അകത്തുനിന്ന് അതെ ആ ടൈറ്റൻ്റെ സിറവും കിട്ടി, ഓഡിയം ഗിയറും കിട്ടി. അപ്പം നമുക്കത് എക്വിപ്പ് ചെയ്ത് വെച്ചേക്കാം. ഓഡിയം ഗിയർ, ഓക്കെ, പേര് തെറ്റിച്ചാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പം നമുക്കിനി ഇവിടുത്തെ മെയിൻ ലൂട്ട് എന്താണെന്ന് നോക്കാം. ഇതല്ല മെയിൻ ലൂട്ട്, അവിടെ ട്രെയിനിൻ്റെ അകത്ത് വരുന്നതാണ് മെയിൻ ലൂട്ട്. അപ്പോൾ ഇത് ഇവിടെ വരിക, ഓപ്പൺ കൊടുക്കുക. ഐ തിങ്ക് ഇവിടെ ലിഫ്റ്റ് ആണെന്ന് തോന്നുന്നു, ഒരു ചെറിയ പഴയ ടൈപ്പ് ലിഫ്റ്റ്. ഓക്കെ, ഇതിനകത്ത് ഇനി എന്താണ് പരിപാടി നോക്കാം. ഓക്കെ, ലിഫ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഓക്കെ, ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. ഐ മീൻ ഓഡിയൻ ഗിയർ, ലൈക്ക് അതിൻ്റെ ഫ്യൂല് തീരുമ്പം നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സ്റ്റിങ്ങിൻ്റെ കൊളാബറേഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റിങ് എനർജി കിടപ്പുണ്ട് കേട്ടോ. ആ എനർജി ഡ്രിങ്കായിട്ട് സ്റ്റിങ്ങിൻ്റെ ഇത്. ഓക്കെ, നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, നൈസ്, കുഴപ്പമില്ല. കുറച്ച് ഡ്രിങ്ക്സ് ലൈക്ക് പെങ്കിലറൊക്കെ അടിക്കുന്ന, നമുക്ക് പെങ്കിലറല്ല എനർജി ഡ്രിങ്ക് അടിക്കുന്നതിൻ്റെ ഒരു ഇത്. ഓക്കെ, നമുക്ക് മേളിൽ പോയിട്ട് അവിടുത്തെ പരിപാടി എന്താണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇവൻ്റ് എക്സ്പ്ലനേഷൻ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇച്ചിരി ലെങ്ത് കാണും, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ അധികം ഷോർട്ടായിട്ട് പറയാൻ നോക്കാം. ഓക്കെ, ഇവിടെ വരിക. ഇവിടെ കുറച്ച് മെയിൻ ഒരു ക്രൈറ്റ് നോർമൽ ലൂട്ടാണ്. ഇവിടെയും ആ ടൈറ്റൻ സിറം, ഓഡിയൻ ഗിയർ അതൊക്കെ തന്നെയാണ് കിട്ടിയത്. പിന്നെ സൈഡിൽ കുറച്ച് അല്ലറ ചില്ലറ ചെറിയ ക്രൈറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു വിൻഡോ വഴിയാണ് പോകാൻ പറ്റുന്നത്. വന്ന വഴി പോകുന്നതിനേക്കാൾ നല്ല ഇതാണെന്ന് തോന്നുന്നു. ലൈക്ക് ഇവിടെ ഇറങ്ങി ഇന്നിങ്ങനെ ഫൈറ്റൊക്കെ എടുക്കാം. എന്നിട്ട് പാരഷൂട്ട്, ഓക്കെ, ഈ പാരഷൂട്ടാണ്. ഇത് നൈസ് പാരഷൂട്ടാണ്. നമുക്ക് നല്ല ലെങ്തിൽ പോകാൻ പറ്റും, ലെങ്തിൽ സ്പീഡിൽ പോകാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ ലൂട്ട് സെറ്റാക്കാം. മെയിൻ ലൂട്ട് അതിവിടെ വരിക. ഇവിടെ വരുമ്പം ഓപ്പൺ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ട്രെയിൻ വരും. ആ ട്രെയിനിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് ആ സാധനം എടുത്തു വെച്ച് തരുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഓഡിയൻ ഗിയർ വെച്ചൊന്ന് ട്രെയിനെ പിടിച്ച് നോക്കിയാലോ. ഏതാ അതല്ലേ നല്ലത്? ഓഡിയൻ ഗിയർ. ഇപ്പോൾ ഓഡിയൻ ഗിയറിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി നമുക്ക് പ്രത്യേകം പറയാനുണ്ട്. അത് നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ലൂട്ട് എടുത്ത് വയ്ക്കുന്നു. ക്രെയിനിൻ്റെ അകത്തൂടെ ലൂട്ട് കൊണ്ട് വയ്ക്കുകയാണ്. ഇത് നമ്മുടെ ഡ്രോപ്പ് ലെവൽ ലൂട്ട്, എല്ലാ ഇവൻറ്റിലുള്ള കണക്കത്തെ മെയിൻ ലൂട്ട് ഇതാണ്. ഇതിനു വേണ്ടിയായിരിക്കും തമ്മിൽ തല്ല്. അപ്പം സംഭവം കൊള്ളാം. ബൈ ദ വേ റീകോൾ ഉണ്ട് കേട്ടോ, അത് പറയാൻ പറഞ്ഞു. നിങ്ങൾക്ക് പേരിൻ്റെ സൈഡ് റീകോളിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും, 1 എന്ന്. പിന്നെ റീകോൾ ടവറും ഉണ്ട്, അവിടെ പോയി റീകോൾ ചെയ്യാം. ഓക്കെ, ഇവിടെ ലൈക്ക് ഡ്രോപ്പ് ലെവൽ ലൂട്ട് കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. ലെവൽ 3 വെസ്റ്റ്, ഹെൽമെറ്റ്, ഗ്രോസ, ആ സംഭവമാണ്. ട്രെയിനിൻ്റെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ജ്യൂസ് അല്ലെങ്കിൽ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പം ഡ്രോപ്പ് കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൻ്റെ അകത്തുള്ള പരിപാടി നോക്കാം. ട്രെയിനകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക്
കുറച്ച് കോയിൻ കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഒരു സ്റ്റീം കോയിൻ എന്ന് പറയും. ഞാനത് ബാഗ് തുറന്ന് കാണിച്ചു തരാം. ആ കോയിൻ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോയിനാണ്. പിന്നെ വീണ്ടും ഒരു ഇതിരിപ്പുണ്ട്. ഇത് ഈ ട്രെയിൻ പോയി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, വേറൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള ഇതും കൂടെ കളയും. കണ്ടോ, നമുക്ക് ആ കോയിൻ കിട്ടി. അപ്പോൾ ആ കോയിൻ കൊണ്ട് എന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും കോയിൻ കൊടുത്ത്. അപ്പോൾ അതേതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതല്ലാതെ വേറെ ഒരു ഇവൻറ്റ് ലൊക്കേഷൻ ഉണ്ട്. അതായത് ചെറിയൊരു ട്രെയിനിൻ്റെ സ്റ്റേഷൻ പോലത്തെ വേറൊരു സംഭവമുണ്ട്. അവിടെ പോയിട്ട് കാണിച്ചു തരാം വേറൊരു സംഭവം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇവൻറ്റ് ലൊക്കേഷൻ. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ചെറിയ ടൈപ്പ് ഇവൻറ്റ്. അപ്പം അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെ പരിപാടിയുണ്ട്, അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ സംഭവങ്ങൾ കൊണ്ടു നോക്കാം. ഇതാണ്, അതും അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷനും. അപ്പോൾ ഇവിടെ കുറച്ച് പസിൽ ടൈപ്പ് കുറച്ച് മിഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പഴയ ആ ഒരു വിൻ്റർ ക്രിസ്മസ് ഇവൻ്റ് ഒക്കെ ഓർമ്മയുണ്ടോ? അതിനകത്ത് നമുക്കിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഗ്ലൈഡ് അല്ല, ഒരു ചെറിയ തെന്നി പോകുന്നൊരു സാധനം. അങ്ങനെ എന്തുവേണം പറയാൻ എനിക്ക് അറിയത്തില്ല. അപ്പം ആ സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കാണിച്ചില്ല. ഇവിടെ കുറച്ച് അല്ലറ ലൂട്ട് പരിപാടിയൊക്കെ കാണാം. ഇവിടെയും അതേപോലത്തെ ക്രേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതല്ലാതെ ഇവിടെ ഒരു പസിൽ ടൈപ്പ് സംഭവം ഉണ്ട്. അതാണ്ട് കണ്ടോ, കാണിച്ചു തരാം. നമ്മുടെ സ്റ്റിങ് എനർജി കുടിക്കട്ടെ. സ്റ്റിങ് എനർജി. ഓക്കെ, ഇതാണ്ട് കണ്ടോ, ഇവിടെ ഒരു സമയം കാണിക്കുന്നുണ്ട്. അവിടെ ആ സമയം കഴിയുമ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇത് ഓൺ ആക്കാൻ പറ്റും. അത് ആ സമയം കഴിയുമ്പോൾ ഞാൻ വന്ന് ഓണാക്കി കാണിച്ചു തരാം. ഓക്കെ, അതിനു മുമ്പ് ഇവിടെയുള്ള ബാക്കി പരിപാടീസൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ കൂടെ വരുന്ന ട്രെയിൻ വേറെ ടൈപ്പ് ട്രെയിനാണ്. മറ്റേ നമ്മുടെ മെയിൻ ഇവൻറ്റ് വരുന്ന ട്രെയിനല്ല. ഇവിടുത്തെ ട്രെയിനിൻ്റെ അകത്തും ലൂട്ടുണ്ട്. ഈ ലൂട്ടിൻ്റെ അത് ഒരു പസിൽ ടൈപ്പാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു യെല്ലോ കളർ വരുമ്പോൾ ഞെക്കണം, വീണ്ടും അടുത്ത യെല്ലോ അതിന് നേരെ വരുമ്പോൾ വീണ്ടും ഞെക്കണം, ലാസ്റ്റത്തെ ആ യെല്ലോ വരുമ്പോൾ ഞങ്ങൾ ലൈക്ക് അത് ലോക്ക് ക്രാക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ നമുക്ക് ലൂട്ടായിട്ട് അല്ലറച്ചിലുള്ള ഐറ്റംസ്, നമ്മുടെ ആ ഒരു സ്റ്റീം കോയിൻ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടും. ഓയ്യോ, ഇപ്പോൾ ചത്തേരെ. ലൈക്ക് ഇപ്പോൾ ലിറ്ററലി നമ്മുടെ കളി നിർത്തി പോയിട്ട് വന്നേരെ. ഓക്കെ, ഇവിടെ അല്ലറച്ചില്ലറ ലൂട്ട് കാര്യങ്ങളും കൊയിനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പിന്നെ നമ്മുടെ ആ നേരത്തെ കാണിച്ച ആ ഒരു പസിൽ ടൈപ്പ് ഒരു മെയിൻ ഒരു സംഭവം ഉണ്ടല്ലോ, അതവിടെ ടൈം കഴിയുമ്പോൾ ഞാൻ പോയി കാണിച്ചു തരാം. അതൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ആ ഒരു തെന്നുന്ന സാധനം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതാണ്ട് ഗ്ലൈഡ് ചെയ്ത് പോകുന്ന സാധനം. ഇത് നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, മുമ്പുണ്ടായിരുന്നു. അത് വേറൊരു ടൈപ്പ് ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ മറ്റേ പസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറെ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ വരിക സംഭവം. ഇത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഇവിടെ കുറേ ലൈൻ പോയേക്കുന്നുണ്ട്. ഇതിങ്ങനെ ഫോളോ ചെയ്ത് പോകണം. അങ്ങോട്ട് താഴെ കൂടി ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു ലിവർ ഉണ്ട്. ഇത് കറക്കണം. ഇത് ആദ്യമേ ഇത് ആക്ടിവേറ്റ് ആയിരിക്കത്തില്ല, ആ ടൈം കഴിയുമ്പോഴാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്. അതുവരെ ഇത് താഴ്ന്ന് കിടക്കുമായിരിക്കും. പിന്നെ അതിന് ശേഷം ഇത് ഓപ്പണായി വരും. അതുവരെ ഇത് ഹൈഡൻ ആയിരിക്കും. ഹൈഡൻ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം അത് ഫോളോ ചെയ്തിട്ട് അടുത്തത് മൊത്തം 3 എണ്ണം ഉണ്ട്. ഇത് രണ്ടാമത്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ കണ്ടുപിടിക്കണം. നമുക്ക് മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ എളുപ്പം വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 നമ്മൾ ആക്ടിവേറ്റ് ആക്കി ഇത് ഗ്ലോ ആവുന്നുണ്ട്. ഒന്ന് ഇത് ഗ്ലോ ആവുന്നുണ്ട്, രണ്ടാമത്തത് ഇതല്ല. ഓക്കെ, ഒന്നാമത്തെ ഇത് ഗ്ലോ ആവുന്നുണ്ട്, രണ്ടാമത്തെ ഇതാണ് ഗ്ലോ ആവാത്ത, മൂന്നാമത്തെ അത് ഗ്ലോ ആവുന്നുണ്ട്, അത് ഗ്ലോ ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റത്തെ കണ്ടുപിടിക്കാൻ പറ്റും. വലിയ എന്തെങ്കിലും കിടിൽ ലൂട്ടായാൽ മതി. ഇത്രയൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ആയാൽ മതിയായിരുന്നു. ഓക്കെ, അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിനെ കറക്കി ആക്കുന്നത് കാണിച്ചാലും നന്നായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയാലേ. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ നോക്കുമ്പം എന്തുമായിരിക്കും നോക്കട്ടെ. വലിയ ഇതിൽ നല്ല ലൂട്ടായാൽ മതിയായിരുന്നു. ഓക്കെ ആസ് യൂഷ്വൽ നോർമൽ ലൂട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇവൻറ്റിൻ്റെ പരിപാടി. പിന്നെ ചിലയിടത്തൊക്കെ ഇതുപോലത്തെ ഹോട്ട് എയർ ബലൂൺസ് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇത് മേലോട്ട് പൊക്കാം എന്നുള്ളതല്ലാതെ വേറൊരു സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷേ നല്ല അഡ്വാൻറ്റേജ് വരും. കോൺകർ പുഷിയുന്നവർക്കൊക്കെ നല്ല അഡ്വാൻറ്റേജ് ആണ്. കാരണം നല്ല ഹൈറ്റിൽ പോവും. പിന്നെ അത് അടിച്ച് നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ വരിക, നേരെ ഇത് മേളിലേക്ക് പൊക്കുക, അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോവും. ഒരു സ്നൈപ്പറൊക്കെ ആയിട്ട് കയറുകയെന്നുണ്ടെങ്കിൽ നല്ല ലൊക്കേഷനാണ്. ഒരു ടീം ഫുള്ളായിട്ട് ഇനി മണ്ടയ്ക്കിരിക്കാം. നല്ല പൊക്കത്താണ് ഇരിക്കുന്നത്. ഓക്കെ, നല്ല ഹൈറ്റ് നോക്കി നിന്ന് നോക്കാം. നല്ല പൊക്കത്തിൽ പോയിട്ടുണ്ട്. ഇത് വീണ്ടും പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, പൊങ്ങി തീർന്നില്ല. ഓക്കെ, തീർന്നു. തീർന്നു, ഇപ്പോൾ തീർന്നു. കണ്ടോ അതിൻ്റെ ഹൈറ്റ് ലൊക്കേഷൻ കണ്ടോ, സംഭവം കിടിലാണ്. ഇനി നമുക്ക് ഇതിൽ ചാടാം. നമുക്ക് ഇനി വെറുതെ ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, ഈ പാരഷൂട്ടാണ്. ഇത് നമുക്ക് തോനെ ദൂരം പോകാം. ഇവിടെ വേറൊരു ചെറിയ ടൈപ്പ് ഒരു എൻ്റർടൈൻ ടൈപ്പ് ഒരു ഇവൻ്റ് ഉണ്ട്, ഒരു റോളർ കോസ്റ്റർ ടൈപ്പ്.
അതും കൂടെ ഒന്ന് കാണിക്കാം. അതിനുശേഷം നിങ്ങൾ കാത്തിരിക്കുന്ന നമ്മുടെ ആ ഓഡിയം ഗിയറിൻ്റെയും അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ആ സീറോ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പവറൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചെറിയ ഇവൻറ്റ് വരുമ്പോഴത്തേക്ക് ക്ലൈമറ്റ് ഒരു നൈറ്റ് ടൈപ്പ് ക്ലൈമറ്റ് ആവും. ഇവിടെ ഒരു റോളർ കോസ്റ്റർ ഉണ്ട്, അവിടെ വരിക. വേണമെങ്കിൽ ടീമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒറ്റക്കാണുള്ളത്, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സംഭവം ഒരു ഫൺ ടൈപ്പ്, ഒരു ആനിമേറ്റഡ് ടൈപ്പിൽ ഇത് കാണിക്കുന്നുണ്ട്. കുറച്ച് ലൂട്ട് കിട്ടും, പ്ലസ് ഒരു എൻ്റർടൈൻ പരിപാടിയാണ്. അത്യാവശ്യം നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ, കോമഡിയാണ്. ഓക്കെ, എന്നെ തെറിപ്പിച്ച് കളഞ്ഞു. നൈസ്. ഏതാ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വയ്ക്കാം, വേണമെങ്കിൽ തമ്മിലൊക്കെ ആക്കി ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു പരിപാടി. നമ്മൾ ലാസ്റ്റ് നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലൂട്ടൊക്കെ വാരി വിതറും. അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇവൻ്റ് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇതേപോലെ ഒരു റോബോട്ടിനെ കാണാൻ സാധിക്കും. 2 തരം റോബോട്ടുണ്ട്, ഒന്ന് റെഡ് കളറും ഒന്ന് ഈ ബ്ലാക്ക് കളറും. ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ജ്യൂസ് വിൽക്കുന്ന പരിപാടിയാണ്. നമ്മൾ ആ ഒരു കോയിൻ കൊടുക്കുമല്ലോ, നമുക്ക് കിട്ടുന്ന കോയിൻ, ആ സ്റ്റീം കോയിൻ, അത് കൊടുക്കുമ്പോഴാണ് സംഭവം. ആ സ്റ്റീം കോയിനാണോ സ്റ്റീം പോയിൻ്റ് ആണോ, എനിവേ അത് കൊടുക്കുമ്പോഴാണ് കിട്ടുന്നത്. സത്യം പറയുന്നത് യൂസ്ലെസ് ആണെന്ന് ചോദിച്ചാൽ ഈ കോയിൻ ഇച്ചിരി വാല്യുബിൾ ആയതുകൊണ്ട് ഇത് വാങ്ങുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം, ഈ ജ്യൂസിനായിട്ട് വാങ്ങിച്ച് കാണിക്കാം. കുടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ഹെൽത്തും ഫുൾ ഇതും കൂടും. അപ്പോൾ എന്നും പറഞ്ഞു 2 തരം ഉണ്ട്. ഒന്ന് എനർജി മാത്രമേ കൊടുത്തുള്ളൂ, ഒന്ന് എനർജിയും ഹെൽത്തും കൂടും. ഇനി നമുക്ക് ടൈറ്റൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് കാണിച്ചു തരാം. അപ്പം ആദ്യം നമുക്ക് ഇവിടുന്ന് പറന്നൊന്ന് മാറി സോണിലോട്ട് പോകണം, കുറച്ച് ഇവിടെ നിന്നും പോകണം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈറ്റനായിട്ട് കൊണ്ടിരിക്കുന്നു, മാറാൻ പോകുന്നു. ഓക്കെ, ടൈറ്റനായി. നമ്മൾ ഓരോ പ്രാവശ്യം ടൈറ്റനായിട്ട് മാറുമ്പോൾ ഓരോ ഡിഫറെൻറ്റ് ലുക്കായിരിക്കും. ലുക്ക് വൈസ് മാറും. പിന്നെ ടൈറ്റൻ ആയിക്കഴിഞ്ഞാലും എനിമിക്ക് നമ്മളെ കൊല്ലാൻ പറ്റും. ഹെഡിലൊക്കെ ഫയർ ചെയ്ത ഡാമേജ് വരും. പിന്നെ ഓഡിയം ഗിയർ വെച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ നമ്മൾ പഞ്ച് ചെയ്യുന്നത് ഇതുപോലെ വരുന്ന വേറെ ടൈറ്റനായിട്ട് അടിക്കാനാണ്. പിന്നെ താഴേക്ക് ഒരു പഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? അത് നിൽക്കുമ്പോൾ താഴെ നോർമൽ സൈസിലുള്ള എനിമി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ടീമേറ്റിന് നമ്മുടെ തോളത്തിരുന്നൊക്കെ വരാൻ പറ്റും. നിലവിലിപ്പം ടീമേറ്റ് ആയാലും ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നത് തൊട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇതേപോലെ ദൂരെയൊക്കെ ചാടി വീഴാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ സൈഡിൽ ഒരു യെല്ലോ സർക്കിൾ പോലെ ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, അത് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ടൈറ്റൻ ആയിക്കൊണ്ടുള്ള പരിപാടിയൊക്കെ തീരും കേട്ടോ. അതായത് ടൈറ്റൻ്റെ പരിപാടി തീരും, അന്നേരം നോർമൽ ഇതിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ കുറച്ച് നേരമാണ് ടൈറ്റൻ്റെ പരിപാടി ഉള്ളത്. അപ്പോൾ ഒരു ലാസ്റ്റ് ആയുധം എന്ന രീതിയിലൊക്കെ ആണ് ടൈറ്റൻ ഉപയോഗിക്കേണ്ടത്. നമ്മളൊരു നല്ല ഫൈറ്റൊക്കെ വരുമ്പോൾ, അതാണ് നല്ല സ്കോഡ് ഫൈറ്റൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ രക്ഷപ്പെടാനും ആ എനിമിയെ ശല്യപ്പെടുത്താനൊക്കെ ഇത് ഉപയോഗിക്കാം. ഇത് നോർമൽ ടൈറ്റനാണ്. ഇതല്ലാതെ ഇതിനേക്കാളും പവറുള്ള ഒരു ടൈറ്റൻ ഉണ്ട്, അതായത് കുറച്ചും കൂടെ ടൈം തോനെ നേരം സ്പെൻഡ് ആവുന്ന ഒരു ടൈറ്റൻ ഉണ്ട്. അതിനെ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കണ്ടോ, അതായത് ഞാൻ ടൈറ്റൻ സീറോ എടുത്ത സമയത്ത് 2 ടൈപ്പ് ടൈറ്റൻ്റെ ഇത് കാണിക്കുന്നത്. അതിൽ ഒന്ന് ഒരു ഐക്കണുണ്ട്, പ്രത്യേക ഐക്കണുണ്ട്. അതെന്ന് പറയുമ്പോൾ വേറെ ലുക്കാണ്, അതായത് മെയിൻ വലിയ അറ്റാക്ക് ഓൺ ടൈറ്റൻ പരിപാടിയാണത്. അപ്പോൾ അതിൻ്റെ ഫേസ് ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് ആ ഒരു യെല്ലോ സർക്കിൾ കുറയുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. അതായത് തോനെ നേരം നമുക്ക് ടൈറ്റനായിട്ട് നിൽക്കാൻ പറ്റും, ഇച്ചിരി പവർഫുള്ളുമാണ്. അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ടൈറ്റൻ ഉണ്ട്. അപ്പോൾ ഒന്നിച്ചിരി പവറുള്ള ടൈറ്റനും ഒന്നിച്ചിരി നോർമൽ ടൈറ്റനും. അപ്പം ടൈറ്റൻ അറ്റാക്ക് ഓൺ ടൈറ്റൻ സീരീസ് കണ്ടവർക്ക് മനസ്സിലാവും ആ ഡിഫറൻസ് എന്താണെന്ന്. അപ്പം ഇതാണ് ടൈറ്റന്മാരുടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കുന്നു 2 ടൈപ്പ് സീറോ ഉണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ പവർ കൂടി സീറോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ ട്രെയിനിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നതാണ്. നോർമൽ കിട്ടുന്ന കണക്ക് തന്നെ ആ ഒരു ക്യാപ്സൂൾ പോലത്തെ സാധനം എടുത്ത് വെച്ചിരുത്തില്ലേ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ മെയിൻ ഇവൻറ്റ്. അതിൽ നിന്ന് റാൻഡമായിട്ട് ചിലപ്പോൾ എപ്പോഴെങ്കിലും കിട്ടും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഓഡിയം ഗിയറിൻ്റെ കാര്യം പറയാം. ഇത് വെച്ച് ടൈറ്റനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ സ്പൈഡർമാൻ്റെ പരിപാടിയൊക്കെ പഴയ അതേക്കണക്ക് തന്നെ സ്വിങ് ചെയ്ത് പോകാൻ പറ്റും. 50 മീറ്റർ ലെങ്തിലുള്ള ലൊക്കേഷൻസിലേക്ക് വരെ നമുക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ എത്ര ദൂരെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഇത്രയും ദൂരെ വരെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ സൈഡിലായിട്ടൊരു വൈറ്റ് കളർ സംഭവം കാണിക്കുന്നുണ്ടോ, ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ എനർജിയാണ്, ഒരു ഗ്യാസ് ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തീരുന്നതനുസരിച്ച് നമ്മൾ സ്ലോ ആവും, വീണ്ടും അത് ലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ സിലിണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എടുത്തുകൊണ്ടാവും, ഇങ്ങനെ റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഫുള്ളാവും, നമുക്ക് വീണ്ടും യൂസ് ചെയ്ത് പോകാം. പിന്നെ നമുക്ക് ആ ഒരു വേറൊരു ബട്ടൺ കാണില്ല, ഒരു ഐക്കൺ, ഞാൻ ആരോ ഇട്ട് കാണിക്കാം. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് പോകും. അതായത് എനിമിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡാമേജ് ആവും, തോനെ വെട്ടണം, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ടൈറ്റൻ വരുന്ന സമയത്ത് ടൈറ്റനെ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ടൈറ്റൻ്റെ ദേഹത്തേക്ക് ഈ വെബ് ഇട്ട് പോവുക, എന്നിട്ട് ഈ ബട്ടൺ ഞെക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി വെട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം 3 ഇതാണല്ലോ, ഒരു പ്രാവശ്യം ഒന്ന് ലോഡാവും, വീണ്ടും ഒന്ന് ലോഡാവും. അങ്ങനെ മൊത്തം 3 സെല്ല് പോലെ ലോഡാവുന്നതാണല്ലോ നമ്മുടെ ഓഡിയം ഗിയറിൻ്റെ ഇത് കാണിക്കുന്നത്, അതിൻ്റെ ഒരു ഗ്യാസിൻ്റെ ഇത്. അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓഡിയം ഗിയർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇവൻ ഷോപ്പ് ഈ റെഡ് കളറിലെ ആളുണ്ടല്ലോ റോബോട്ട്, അതിൻ്റെ അടുത്ത് വന്നിട്ട് ഈ സ്റ്റീം കോയിൻ ഉണ്ടല്ലോ, ഇത് 20 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ആ ഒരു ഗ്യാസ് കിട്ടും. അത് ലിമിറ്റഡ് ഗ്യാസ് ആണ്, അത് പർച്ചേസ് ചെയ്യുക. അത് പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്യാസ് കണ്ടോ ലിമിറ്റഡ് ആയിട്ടുള്ള, അത് ആ ഒരു ഗ്യാസ് സിലിണ്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും
നമ്മുടെ ആ ഒരു ഓഡിയം ഗിയറിൻ്റെ ആ ഒരു ലൈഫ് പോലത്തെ സംഭവമില്ലേ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അത് യൂസ് ചെയ്യാനുള്ള ആ ഒരു എനർജി അതിപ്പം 6 കൂടിയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തോനെ പ്രാവശ്യം ഇനി പോകാൻ പറ്റും. അതായത് മുമ്പത്തെ പോലെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ലോഡാവാൻ വേണ്ടി. അപ്പം തോനെ ദൂരം പോകാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു ഇത് വേണം കൂട്ടാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ആ കോയിൻ ഇച്ചിരി വാല്യുബിൾ ആണ്. ആ ഒരു ഡ്രിങ്ക്സ് ഒന്നും യൂസ് ചെയ്ത് വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് ഇതുപോലുള്ള ആവശ്യത്തിന് വേണ്ടി അത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഓഡിയം ഗിയറിൻ്റെ കാര്യം. ടൈറ്റൻ്റെ കാര്യം, ഓഡിയം ഗിയറിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇനി ഫൈറ്റൊക്കെ എടുക്കുമ്പോൾ അവരെന്താണ് ഇത്രയും ദൂരം പറന്ന് പോകുന്നത്, അത് നിൽക്കാതെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത്, ഇങ്ങനെ വെബ് വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ വിചാരിക്കും. കാരണം നമ്മുടെ 3 ലിമിറ്റ് കാണത്തുള്ളൂ, പക്ഷേ ഇപ്പം അവൻ്റെ 6 ലിമിറ്റ് ആണ്, അവൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ ഒരു റൂയിൻസ് ടൈപ്പ് ലൊക്കേഷൻ, ഇത് അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ആ ഒരു ആനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ആ സീരീസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സംഭവം വെച്ചാൽ നോർമൽ ലൂട്ട് ക്രേറ്റ് ഐറ്റംസ് ഒക്കെ തന്നെയാണ്. അല്ല പ്രത്യേകിച്ച് ഞാനൊന്നും ഞാൻ കണ്ടില്ല എന്ന് വേണം പറയാൻ. ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ച് ലൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതിൻ്റെ ടവറിൻ്റെ മണ്ടയ്ക്കൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, തീയ കൂട്ടി വെച്ചേക്കുന്ന പരിപാടി. ഇതൊക്കെ ആ സീരീസിലുള്ള കുറച്ച് പരിപാടീസാണ്. അപ്പം ഇവിടെയും കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ അപ്പുറത്തൊരു ടവർ ഉണ്ട്, അതിൻ്റെ ബണ്ടൊക്കെ കയറി കാണിച്ചില്ല, വെബ് കൂട്ടി കയറാൻ പറ്റും. ഞാൻ അവിടെ പോയി കാണിച്ചില്ല. ഇതല്ലാതെ നോർമൽ ടൈറ്റൻ വന്ന് ഷിപ്പൊക്കെ തല്ലി വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. അതല്ലാതെ പിന്നെ വേറൊരു ചെറിയൊരു വീട് പോലത്തെ ലൊക്കേഷൻ ഉണ്ട്, അതും ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ലൂട്ട്സ് ഒക്കെ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ടവറിൻ്റെ മണ്ടക്കുള്ളത് കൂടെ കാണിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം. ഓക്കെ, ഇവിടെ ഒരു ടവർ ഉണ്ട്, വലിയ ടവർ, ഞാൻ നേരത്തെ കാണിച്ച്. ഓക്കെ, അതിൻ്റെ മണ്ടയ്ക്കൊരു വെബിട്ട് കയറാൻ പറ്റും തരത്തില്ല. ഓക്കെ, എത്തും കുഴപ്പമില്ല, എത്തും. ഓക്കെ, കണ്ടോ, ഇവിടെ ഇതാണ് പരിപാടി. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ സംഭവം. പിന്നെ വേറൊരു ലൊക്കേഷൻ, ഇതും അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ അകത്ത് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, കുറച്ച് ഇമോഷൻ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് കണ്ടവർക്ക് ഇത് അറിയായിരിക്കും. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടിട്ടില്ല, കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ എന്നോട് ചോദിക്കരുത് ബ്രോ കണ്ടിട്ടോ ഇതാണത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ ഇതാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. ആ ഒരു മെമ്മറീസ് ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. കറക്റ്റ് അതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ. പിന്നെ നമുക്ക് ടൈറ്റൻ വന്ന് ഷിപ്പുമായിട്ട് തല്ലിപ്പൊളിക്കൊരു സംഭവമുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതാണ് സംഭവം. ടൈറ്റൻ വന്നിട്ട് ഇങ്ങനെ ഷിപ്പൊക്കെ തല്ലിപ്പൊളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു കമഷ്കി സൈഡ് ഉണ്ടല്ലോ, അവിടെയാണിത്. ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ ഇത് വിസിബിൾ ആവും. അവിടെ പോയാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അത് മാച്ചിൻ്റെ ആ ഒരു തുടക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു സമയത്താണ് ഒരു 5 മിനിറ്റ്സ് ആദ്യത്തെ സോണൊക്കെ വരാറാവുമല്ലോ, ആ സമയത്താണ് സംഭവം. വെറുതെ ഇല്ല, ഈ ടൈറ്റൻ വന്ന് ഷിപ്പുമായിട്ടൊക്കെ തല്ലിപ്പൊളിക്കും, അതൊക്കെ തന്നെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ തുടക്കം പറഞ്ഞ കണക്ക് തന്നെ വേറെ കുറേ സംഭവം ഉണ്ടല്ലോ, അതായത് നമുക്ക് ടയർ മാറ്റി വയ്ക്കാനും വേറെ കുറേ അല്ലറ ചില സംഭവമുണ്ട്. അത് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതല്ല, അല്ലാതെ പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിക്ക് കുറച്ച് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പനിയൊക്കെ പിടിച്ച് കിടപ്പിലെടുക്കും ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി സമയം എടുക്കും. ഇപ്പോൾ നിങ്ങൾ ഇച്ചിരി സമയം തരണം. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെയായിട്ടുള്ള വീഡിയോസൊക്കെ കാണും. കുറച്ച് പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ട് തന്നെ പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടിപ്പോയി, അപ്പം സോറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താലും മതി.